വിഷയമായിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ജഗന്നാഥ്പുരി ക്ഷേത്രത്തിലേക്ക് പോകാം. അപ്പോൾ ഈ ഒറീസയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ദ്രദ്യുമ്നൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം സാധാരണ രാജാക്കന്മാരെക്കാൾ കുറച്ച് ആത്മീയ ശക്തി ഉണ്ടായിരുന്ന ഒരാൾ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ള സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം സ്വപ്നത്തിൽ നീലമാധവൻ എന്ന ഭഗവാൻ കൃഷ്ണൻ്റെ അതിമനോഹരമായ ഒരു വിഗ്രഹത്തെ സ്വപ്നം കണ്ടു. അപ്പോൾ അദ്ദേഹം അത് പിറ്റേ ദിവസം രാജസഭയിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇങ്ങനെ ഒരു നീലമാധവ വിഗ്രഹത്തെക്കുറിച്ച് ഞാൻ സ്വപ്നത്തിൽ കണ്ടു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വിഗ്രഹമുള്ള ക്ഷേത്രത്തെക്കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ചെങ്കിലും ആരും അവരും കേട്ടിട്ടുണ്ട്, പക്ഷേ അവരാരും കണ്ടിട്ടില്ല, അവരൊന്നും ആ ക്ഷേത്രത്തിൽ പോയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ക്ഷേത്രം എവിടെയാണ്, ഈ വിഗ്രഹത്തെ കാണണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ആ രാജഭടന്മാർക്കൊന്നും യുദ്ധകാലമൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ, വേറെ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് രാജാവ് ഒരു ഉത്തരവിട്ടു, എല്ലാവരും ഈ ക്ഷേത്രത്തെ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു. അപ്പോൾ ആ രാജാവിൻ്റെ മന്ത്രിയുണ്ട്, വിദ്യാപതി എന്നാണ്, ഒരു ബ്രാഹ്മണനാണ്, യുവാവാണ്, നല്ല സ്മാർട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിനൊന്നും പോണ്ട. പക്ഷേ അദ്ദേഹം രാജാവിനോട് അങ്ങോട്ട് ചോദിച്ചു, ഞാനും ഭഗവാന്റെ ഈ നീലമാധവ വിഗ്രഹത്തെ കണ്ടെത്താനായുള്ള ആ ഉദ്യമത്തിൽ ഞാനും കൂടെ പങ്കെടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, ശരിക്കും അതിൻ്റെ ആവശ്യമില്ല, ഇവിടെ കൊട്ടാരത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി നിന്നാൽ മതി, അല്ല നിനക്ക് അത്രയ്ക്ക് താല്പര്യമാണെങ്കിൽ പൊയ്ക്കോളൂ, അതിന് വേണ്ട എന്താണെന്ന് വെച്ചാൽ കൊട്ടാരത്തിൽ നിന്ന് വാങ്ങിച്ച് പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ രാജാവിൻ്റെ ഭടന്മാർ ഈ ഒറീസയുടെ പല പല സ്ഥലങ്ങളിലേക്കും യാത്ര തിരിച്ചു. അങ്ങനെ ഈ പറയുന്ന വിദ്യാപതി അദ്ദേഹവും യാത്ര തിരിച്ചു. അങ്ങനെ പട്ടണം കഴിഞ്ഞു, ഗ്രാമം കഴിഞ്ഞു, അവസാനം കാട്ടിലേക്ക് കയറി. സന്ധ്യയായി. അപ്പോൾ ഇനി രാത്രിയാകാൻ പോകുന്നു, രാത്രി എവിടെ കഴിയുമെന്നുള്ള ഒരു ടെൻഷൻ അദ്ദേഹത്തിനുണ്ടായി. അപ്പോഴാണ് കുറച്ച് ആദിവാസി ഗോത്രത്തിലുള്ള സ്ത്രീകൾ തലയിൽ കുടങ്ങളിൽ വെള്ളവുമായിട്ട് പോകുന്നത് കണ്ടത്. അപ്പോൾ അദ്ദേഹം നേരെ അവരോട് അടുത്തേക്ക് ചെന്നിട്ട്, ഇങ്ങനെയാണ് ഞാനിങ്ങനെ പട്ടണത്തിൽ നിന്ന്, രാജകൊട്ടാരത്തിൽ നിന്നും വരുന്ന ആളാണ്, എനിക്ക് ഇവിടെ ഒന്ന് താമസിക്കാൻ ഒരു സ്ഥലം കിട്ടിയാൽ കൊള്ളാം എന്ന് പറയുമ്പോൾ എല്ലാ സ്ത്രീകളും ഒരു സ്ത്രീയിലേക്ക് നോക്കി. ആ സ്ത്രീയുടെ പേര് ലളിത എന്നാണ്. അത് ആ ഗ്രാമമുഖ്യൻ്റെ മകളായിരുന്നു. അപ്പോൾ ലളിത പറഞ്ഞു, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം ഉറപ്പാക്കാം, വരാൻ പറയും. അങ്ങനെ ഇവർ നേരെ ഇദ്ദേഹത്തിന് അവിടുത്തെ കാട്ടിലെ രാജാവായ ശബര രാജാവ്, ശബരം എന്ന് പറഞ്ഞാൽ ആദിവാസി ഗോത്രമാണ്, വിശ്വവസു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് വിദ്യാപതി. രാജാവിൻ്റെ മന്ത്രി. ഈ കാട്ടിലെ ആദിവാസി ഗോത്രത്തിൻ്റെ രാജാവിൻ്റെ പേര് വിശ്വവസു. അദ്ദേഹത്തിൻ്റെ പുത്രിയുടെ പേര് ലളിത. അങ്ങനെ ലളിതയോടൊപ്പം ഇദ്ദേഹം തൻ്റെ ആദിവാസിയുടെ മൂപ്പൻ്റെ വീട്ടിലേക്ക് ചെന്ന് കയറി. മൂപ്പൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ മൂപ്പൻ ചോദിച്ചു, എന്തിനാണ് ഇവിടെ വന്നത്? ഇല്ല, എനിക്ക് ജസ്റ്റ് ഇങ്ങനെ ഈ കാടിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കണം, നിങ്ങളുടെ ജീവിത രീതി, കാട്ടിൻ്റെ എനിക്കൊന്ന് കാണണം, അതിനകത്തുള്ള പുഴകൾ, കുളങ്ങൾ, ഈ വനങ്ങളിലുള്ള പൂക്കൾ, വനത്തിലുള്ള ഫലങ്ങൾ, ഇതെല്ലാം എനിക്ക് ആസ്വദിക്കണമെന്നുണ്ട്, കുറച്ച് കാലം എനിക്കിവിടെ കഴിയണമെന്നുണ്ട്, അതിനു വേണ്ടി വന്നതാണ് എന്നൊരു കള്ളം പറയും. അപ്പോൾ നിർദോഷമായ കള്ളമാണ്. അങ്ങനെ അദ്ദേഹം ശബര രാജാവായ വിശ്വവാസുവിൻ്റെ വീട്ടിൽ കഴിയും. അപ്പോൾ എന്നും രാവിലെ ഇദ്ദേഹം ഇതുപോലെ കാട്ടിലേക്കൊക്കെ ഇറങ്ങി നടക്കും. അത് കഴിഞ്ഞ് തിരിച്ച് അതുപോലെ വൈകുന്നേരമാവും. അങ്ങനെ അവിടെ കുറച്ച് ദിവസം താമസിച്ചു. ഇതിനിടയ്ക്ക് ലളിതയ്ക്ക് ഈ വിദ്യാപതിയോടൊരു സ്നേഹം തോന്നി. സ്വാഭാവികമായിട്ടും ഇദ്ദേഹം നല്ല സ്മാർട്ടാണ്, സുന്ദരനാണ്, നല്ല മാന്യനാണ്, ചെറുപ്പമാണ്. അപ്പോൾ ഈ വിദ്യാപതിക്കും ലളിതയോട് ഒരു ചെറിയൊരു സ്നേഹം തോന്നി. ചെറുപ്പമായതുകൊണ്ട് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടം തോന്നി. അങ്ങനെ ആ കാര്യം ലളിതയോട് വിദ്യാപതി പറയുമ്പോൾ വിദ്യാപതി പറയും, എനിക്കും നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷേ അച്ഛൻ്റെ അടുത്ത് നിങ്ങൾ അനുവാദം ചോദിക്കണം എന്ന് പറയും. അങ്ങനെ വിദ്യാപതി വിശ്വവസുവിൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ച് തരുമോ
എന്ന് ചോദിക്കും. അപ്പോൾ രാജാവ് ആദിവാസി ഗോത്രത്തിലെ ഇദ്ദേഹം വിശ്വവസുവിന് അത് അതിശയമായിട്ട് തോന്നി. കാരണം അദ്ദേഹം ബ്രാഹ്മണനാണ്, കൊട്ടാരത്തിലെ ജോലിയുള്ള ആളാണ്. അപ്പോൾ ഇവരാണെങ്കിൽ ആദിവാസി ഗോത്രത്തിലുള്ളതാണ്. അന്ന് ഈ ജാതി വ്യവസ്ഥയൊക്കെ കുറച്ച് കടംപിടുത്തം ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. അപ്പോൾ അദ്ദേഹം ഭയങ്കര അതിശയമായിട്ട് തോന്നി അദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരൊക്കെ സമ്മതിക്കുമോ? അപ്പം ഇല്ല, എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, വേറെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. അതുകൊണ്ട് ഞാൻ തീരുമാനം എടുക്കുന്നത് പോലെ തന്നെയാണ്, എനിക്ക് വേറെ ആർക്കും ചോദിക്കാനില്ല. പിന്നെ എൻ്റെ അമ്മയ്ക്ക് എന്നെ ഞാൻ പറയുന്ന എൻ്റെ ഇഷ്ടത്തിനാണ് അമ്മ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് അമ്മ ഒരിക്കലും എതിര് പറയില്ല എന്ന് പറയും. അങ്ങനെ എന്തായാലും കല്യാണം കഴിയും. വിശ്വവസുവിൻ്റെ വീട്ടിൽ ഇദ്ദേഹം താമസമാവും. ഒരു ദിവസം രാത്രി ഇദ്ദേഹം ഉറക്കത്തിൽ നിന്നും ഉണരുന്ന നോക്കുമ്പോൾ വിശ്വവസു ഒരു കയ്യിൽ പന്തവും ചുമലിൽ ഒരു ഭാണ്ഡവുമായിട്ട് ഒരു കള്ളനെ പോലെ 4 ചുറ്റും നോക്കി കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. അപ്പോൾ വിദ്യാപതി എന്തായാലും ഭാര്യ ഉറങ്ങട്ടെ, നേരം വെളുത്തിട്ട് ചോദിക്കാമെന്ന് തീരുമാനിക്കുകയും നേരം വെളുത്തിട്ട് വിദ്യാപതി ഈ ലളിതയോട് ചോദിച്ചു, നിൻ്റെ അച്ഛൻ ഇന്നലെ രാത്രി ഒരു കള്ളനെ പോലെ കയ്യിൽ പന്തവും ചുമലിൽ ഭാണ്ഡവുമായിട്ട് എങ്ങോട്ടാണ് പോയത്? അപ്പം ആദ്യം ലളിത അത് അങ്ങനെയൊന്നും അദ്ദേഹം ഒരിടത്തും പോകാറില്ല എന്നൊക്കെ പറഞ്ഞ് കള്ളം പറയും. അപ്പം വിദ്യാപതി പറയും, ഞാൻ നിൻ്റെ ഭർത്താവാണ്, പതിവ്രതയായ സ്ത്രീ, ഭർത്താവിനോട് കള്ളം പറയാൻ പാടില്ല, അതുകൊണ്ട് നീ സത്യം പറയണം എന്ന് പറയുമ്പോൾ വിദ്യാപതി പറയും, ലളിത പറയും, നിങ്ങൾക്ക് ഒരു കുടുംബ ക്ഷേത്രമുണ്ട്, അവിടെ ഒരു വിഗ്രഹമുണ്ട്, ഭഗവാൻ കൃഷ്ണനാണ് അവിടുത്തെ മൂർത്തി. പക്ഷേ അച്ഛന് ആ വിഗ്രഹത്തെ കൊണ്ടുപോകാൻ വേണ്ടി ആരോ വരുമെന്നും അത് കൈമോശം വന്നു പോകുമെന്നൊക്കെ ഒരു സ്വപ്നം കണ്ടതിന് ശേഷം ഇപ്പോൾ അങ്ങോട്ട് ആരെയും അടുപ്പിക്കുന്നില്ല, അച്ഛൻ മാത്രമാണ് പോകുന്നത്. അതും രാത്രി രഹസ്യമായിട്ട് വെളുപ്പാങ്കാലം ഒരു അർദ്ധരാത്രി കഴിഞ്ഞിട്ട് കാട്ടിലേക്ക് പോകും. പൂജയെല്ലാം കഴിഞ്ഞ് രാവിലെ തന്നെ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ തിരിച്ചും വരും. അത് അച്ഛൻ പറഞ്ഞ്, ഞാനിങ്ങനെ പറഞ്ഞതായിട്ട് അച്ഛൻ അറിഞ്ഞാൽ അച്ഛൻ വഴക്ക് പറയും, അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം പറയരുതെന്നൊക്കെ പറയും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇദ്ദേഹം വിദ്യാപതി ഭാര്യയെടുത്ത് പറയും, എൻ്റെ അച്ഛനടുത്ത് പറയണം, എനിക്കും ആ ഭഗവാനെ ഒന്ന് കാണണം, ഞാനും കൃഷ്ണഭക്തനാണ്, എനിക്ക് ആ വിഗ്രഹം ഒന്ന് കണ്ടാൽ കൊള്ളാം. അപ്പം പറയോ, ഞാൻ ഒരിക്കലും പറയില്ല. അപ്പം ബ്രഹ്മപതിയായ ഭാര്യ ഭർത്താവിൻ്റെ ആധ്യാത്മിക പുരോഗതിക്ക് തടസ്സമായിട്ട് നിൽക്കാൻ പാടില്ല. നീ വേണം നിൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇത് പറഞ്ഞ് എനിക്കൊരു അനുവാദം വാങ്ങിത്തന്നെ. എനിക്ക് ആ വിഗ്രഹം കാണാനും ഭഗവാനെ നമസ്കരിക്കാനും ഭഗവാന്റെ മുമ്പിൽ കീർത്തനം നടത്താനും ഭഗവാനെ പൂജിക്കാനും ഒക്കെയാണ് ഞാൻ ആഗ്രഹിക്കണം, അല്ല വേറെ ഒന്നും അല്ലല്ലോ എന്ന് പറയുമ്പോൾ ലളിത ധർമ്മസങ്കടത്തിലായി. എന്തായാലും അച്ഛൻ്റെ അടുത്ത് ഈ കാര്യം പറയുമ്പോൾ അച്ഛൻ ആദ്യം വഴക്ക് പറയും, എന്തിനാണ് നീ ഇതൊക്കെ പറയാൻ പറ്റില്ല. അപ്പം പറയും, അച്ഛൻ തന്നെയാണ് ഇതിന് കാരണം, അച്ഛൻ രാത്രി ഇങ്ങനെ ഒറ്റയ്ക്ക് പോയത് എൻ്റെ ഭർത്താവ് കണ്ടു, അത് കാരണം ഇങ്ങനെ ചോദിക്കുന്നതാണ്, അതുകൊണ്ട് അങ്ങ് എങ്ങനെയെങ്കിലും എൻ്റെ ഭർത്താവിനെ ഒന്ന് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയും. അപ്പോൾ അച്ഛൻ പറയും, ഞാൻ കൊണ്ടുപോകാം, പക്ഷെ ഒരു നിബന്ധനയുണ്ട്, ഞാൻ കണ്ണ് മൂടിക്കെട്ടിയേ ആ സ്ഥലത്തേക്ക് ഇദ്ദേഹത്തിനെ കൊണ്ടുപോകത്തുള്ളൂ, അതുപോലെ തിരിച്ചു കൊണ്ടുവരുമ്പോഴും കണ്ണ് മൂടിക്കെട്ടി തന്നെ കൊണ്ടുവരും, അതിന് സമ്മതമാണെങ്കിലേ ഞാൻ കൊണ്ടുപോകത്തുള്ളൂ എന്ന് പറയും. ശരി എന്നാൽ അപ്പം വിദ്യാപതി പറയും, വളരെ സന്തോഷം, അങ്ങനെയെങ്കിലും എനിക്ക് ഭഗവാനെ കണ്ടാൽ മതി എന്ന് പറയും. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ പകുതി തൻ്റെ ദൗത്യം വിജയിച്ചു കഴിഞ്ഞു. കാരണം നീലമാധവ ക്ഷേത്രം കണ്ടെത്താനാണ് ഇദ്ദേഹം വന്നത്, അതിൻ്റെ ഒരു പകുതിയോളം ദൗത്യം പൂർത്തിയായി കഴിഞ്ഞു. അങ്ങനെ സന്തോഷത്തോടു കൂടി തീരുമാനമെടുക്കും, അത് ശരി നാളെ റെഡിയായിക്കോളൂ എന്ന് പറയും. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യും, അന്ന് തന്നെ അവിടേക്ക് കടുകാണ് കൂടുതലുള്ളത്, കുറേ കടുക് ഒരു കിഴിയിൽ കെട്ടി ആൾറെഡി തൻ്റെ അരയിൽ കെട്ടി വയ്ക്കും. എന്നിട്ട് അതിലൊരു ചെറിയ ഹോളും ഇടും. അങ്ങനെ അർദ്ധരാത്രി ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉറക്കണിച്ച് പോയി കുളിക്കാൻ പറയും. കുളിച്ച് ഡ്രസ്സ് മാറി കയ്യിൽ പന്തവുമായിട്ട് വിശ്വവസു അദ്ദേഹത്തിൻ്റെ ഒരു കയ്യിൽ വിദ്യാപതി പിടിച്ചുകൊണ്ട് ഒരു ക്ഷേത്രത്തിലേക്ക് പോകും. അങ്ങനെ കാടും കല്ലും മുള്ളും ഒക്കെ ചവിട്ടി അങ്ങനെ കഷ്ടപ്പെട്ട് അവിടെ ഒരു വലിയൊരു ഗുഹയിൽ ഭഗവാൻ നീലമാധവൻ്റെ ഒരു വിഗ്രഹമുള്ള സ്ഥലത്ത് പോകുമ്പോഴേക്കും അവിടെ ചെന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കണ്ണഴിച്ചു ഭഗവാനെ കാണിച്ചു കൊടുക്കും. ഭഗവാന്റെ ആ അതിമനോഹരമായ രൂപം കണ്ട് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നറിയില്ല. ഭഗവാൻ അപ്പോഴേ അവിടെ വീണ് നമസ്കരിച്ച് ഇദ്ദേഹം കീർത്തനമൊക്കെ നടത്തും. അപ്പോൾ തൻ്റെ മരുമകൻ വലിയ ഭക്തനാണെന്നുള്ള ഒരു സന്തോഷം ആർക്കുണ്ടാവും, വിശ്വാസത്തിനുണ്ടാവും. പെട്ടെന്ന് ആകാശത്തിലൂടെ പറന്നു പോയ ഒരു കാക്ക ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള കുളത്തിലേക്ക് പറന്ന് വീഴുന്നതും ആ കുളത്തിൽ വീണ കാക്ക ചതുർഭുജ രൂപിയായ വിഷ്ണുവിൻ്റെ രൂപത്തിലുള്ള ഒരാളായിട്ട് മുകളിലേക്ക് ഉയർന്നു പോകുന്നതും ഈ വിദ്യാപതി കാണുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി, ഇത് എന്താ പറയുക, പുണ്യതീർത്ഥമാണ്. ഇവിടെ
ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പിതാവിൻ്റെ പൂജയെല്ലാം കണ്ട് കീർത്തനമൊക്കെ നടത്തി എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ കണ്ണ് വീണ്ടും കെട്ടാൻ സമ്മതിച്ചു കൊടുക്കുകയും അതുപോലെ തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ ഇദ്ദേഹം എന്ത് ചെയ്തിരുന്നു? ഈ കടുക് അവിടെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വിതറിയാണ് പോയത്. കാലങ്ങൾ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞു പോയി. ജൂൺ ജൂലൈ മാസങ്ങളെത്തി, മഴക്കാലമെത്തി, വർഷകാലമെത്തി. മഴക്കാലം വന്നപ്പോൾ എന്തു പറ്റി? സ്വാഭാവികമായിട്ടും ഈ കടുക് മണ്ണിൽ കിടന്ന് ഒഴിച്ചു എല്ലാം അതിമനോഹരമായ മഞ്ഞ പൂക്കളുള്ള കടുക് ചെടികൾ ഇങ്ങനെ ഒരു വഴി പോലെ ഇദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മഞ്ഞ പൂക്കളായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിന്നപ്പോഴേക്കും ഇദ്ദേഹം ഒരു ദിവസം ഭാര്യയോട് അനുവാദം ചോദിച്ചിട്ട് ഈ പൂക്കളെ ലക്ഷ്യമാക്കി ആ ഭഗവാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്ന് ഭഗവാനെ കണ്ടു. ഭഗവാന്റെ മുമ്പിൽ വീണ് സാഷ്ടാംഗം നമസ്കരിച്ചു. എന്നിട്ട് നേരെ വീട്ടിലെത്തി. സ്ഥലമെല്ലാം മനസ്സിലായി. നേരെ വീട്ടിൽ വന്നിട്ട് ഭാര്യയെടുത്ത് പറയും, എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്നൊരാഗ്രഹമുണ്ട്, കല്യാണത്തിനെ കൊണ്ടുവരാൻ പറ്റിയില്ല, കുറച്ച് ദിവസമായി, ഞാനൊന്ന് അമ്മയെ കാണാൻ പോവുകയാണ് എന്ന് പറയും. ശരി, അമ്മയെ കാണാൻ അച്ഛൻ്റെ അടുത്ത് പറയട്ടെ, ഇവിടുന്ന് പോകുമ്പോൾ എന്തായാലും കാട്ടിൽ നിന്നുള്ള കുറേ വിശിഷ്ട സാധനങ്ങളൊക്കെ കൊണ്ടുപോകാം, നമുക്ക് അച്ഛൻ കുറേ സാധനങ്ങളൊക്കെ തരും, അതും കൊണ്ടുപോകാം എന്ന് പറയും. പക്ഷെ അന്ന് രാത്രി സ്വപ്നത്തിൽ വിശ്വവസുവിന് ഭഗവാൻ പറയുകയാണ്, എനിക്ക് നിൻ്റെ ഈ ചെറിയ ചെറിയ ആഹാരമൊന്നും പോരാ, എനിക്ക് വിഭവസമർത്ഥമായ ആഹാരങ്ങളൊക്കെ വേണം എന്നൊരു സ്വപ്നത്തിൽ പെട്ടെന്ന് കണ്ടെത്തി ഞെട്ടി വളരുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ മകളൊന്ന് പറയുകയാണ്, മരുമകൻ വീട്ടിലേക്ക് പോകണം എന്ന് പറയാം. അപ്പോൾ ഇദ്ദേഹത്തിന് എന്തോ ഒരു സംശയം ഉടലെടുത്തു ഉള്ളിൽ. ഇദ്ദേഹം ശരിക്കും എൻ്റെ ഭഗവാനെ കൊണ്ടുപോകാൻ വന്നതാണോ? ഇനി ഭഗവാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുകയും ചെയ്യുന്നു, എന്താണ് അവസ്ഥ, എൻ്റെ ഭഗവാനെ കൊണ്ടുപോകുന്നത് പേടിച്ച് വിശ്വവസു പറയും, വേണ്ട, പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറയും, അതെന്താ, ഞാൻ എൻ്റെ അമ്മയെ കാണാൻ എനിക്ക് പോകണ്ടേ, എൻ്റെ നാട്ടിൽ എൻ്റെ ഉദ്യോഗമെല്ലാം ഞാൻ കളഞ്ഞിട്ടാണ് ഇവിടെ നിൽക്കുന്നത്, എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ പോകണം, അല്ലെങ്കിൽ നിങ്ങളുടെ മകളെ വേണമെങ്കിൽ ഞാൻ കൊണ്ടുപോകാം. ഇല്ല, നീ ഒരിടത്തും പോകുന്നില്ല, ഇവിടെ നിന്നാൽ മതി എന്ന് പറയും. പിടിച്ച് ബന്ധനസ്ഥനാകും. അവസാനം വിദ്യാപതി ഭാര്യയോടുത്ത് പറയുന്നു, എൻ്റെ അച്ഛൻ എന്താ ഇങ്ങനെ കാണിക്കണം, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്നല്ലേ പറഞ്ഞോളൂ. അങ്ങനെ ലളിത അച്ഛൻ്റെ അടുത്ത് പറയും, അച്ഛൻ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കടുംപിടുത്തങ്ങൾ പിടിക്കുന്നത്, അദ്ദേഹത്തിനെ വിട്ടോളൂ, അദ്ദേഹം വീട്ടിൽ പോവുകയല്ലേ, വേറെ ഒന്നിനും അല്ലല്ലോ എന്ന് പറയും. അങ്ങനെ ഇദ്ദേഹം നാട്ടിലെത്തി നേരെ വീട്ടിലല്ല പോകുന്നത്, നേരെ രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും, രാജാവേ, സക്സസ്, കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടുണ്ട്, നീലമാധവൻ്റെ ക്ഷേത്രം ഞാൻ കണ്ടു, നീലമാധവനെയും കണ്ടു, അപ്പോൾ റെഡി ആയിക്കോളാൻ പറയും. അപ്പോൾ അദ്ദേഹം രാജാവ് പറയും, ശരി, അപ്പോൾ ഇപ്പം തന്നെ അല്ലേ, ഞാനൊന്ന് അമ്മയെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് നേരെ അദ്ദേഹം വീട്ടിൽ പോയിട്ട് അമ്മയെ കണ്ട് സാധനങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് നേരെ കൊട്ടാരത്തിൽ വന്നു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ വലിയൊരു സൈന്യവുമായിട്ട് ഈ ആദിവാസികൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. അങ്ങനെ ഈ സൈന്യങ്ങളൊക്കെ വരുമ്പോൾ മൺപൊടികളൊക്കെ ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ പറന്നു പോകും, പക്ഷികളൊക്കെ പറന്നു എന്താ പറയുക ബഹളങ്ങൾ ഉണ്ടായിക്കൊണ്ട് പറന്നു പോകും. ഇതല്ലേ ഈ നഗര സ്ഥലത്തു നിന്നും ഇങ്ങനെ ഒരു ദൃശ്യം ഇദ്ദേഹം കേട്ടതും കണ്ടതും കൊണ്ട് ഇദ്ദേഹം തൊട്ടടുത്തുള്ള മരത്തിൻ്റെ മേളിൽ കയറി നോക്കുമ്പോൾ തൻ്റെ സ്ഥലത്തേക്ക് രാജാവും സൈന്യങ്ങളും വരുന്നത് ഈ വിശ്വവസു കാണും. അപ്പം മനസ്സിലാവും ഇദ്ദേഹം വന്നത് ചാരപ്പണിക്കാണ്, അദ്ദേഹം എൻ്റെ ഭഗവാനെ കൊണ്ടുപോകാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ ഭഗവാനെ കൊണ്ടുപോകാൻ വേണ്ടി വരികയാണെന്ന് മനസ്സിലാക്കി ഇദ്ദേഹം ഭഗവാനോട് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കും. അവർ ഏകദേശം അടുത്തെത്താറാകുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഇതുപോലെ അന്തരീക്ഷം ഒന്ന് മാറിയിട്ട് അതിഭയങ്കരമായ പേമാരിയും കൊടുങ്കാറ്റും എന്ന് മാത്രമല്ല, ഈ വെള്ളത്തിൽ ഇതുണ്ടല്ലോ, എന്താ പുതിയൊരു കഥ ഉണ്ടല്ലോ, അതിനിങ്ങനെ മലയൊക്കെ ഇടിഞ്ഞ് ഉരുൾപൊട്ടൽ വന്ന് കുന്നേത് കുഴിയേത് പാറയേത് ഒന്നും അറിയാത്തൊരവസ്ഥ. ഇവർ രാജാവ് എല്ലാവരുമായിട്ട് ഇവിടെ എത്തി. പിന്നെ ഇദ്ദേഹത്തിന് സ്ഥലം പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. കാരണം എന്താണ്, കാടെല്ലാം മൊത്തം മാറിപ്പോയി, 2-3 പുഴകളായിട്ടൊക്കെ ഒഴുകുന്നു, ആകെ പ്രശ്നം. അപ്പം വിശ്വവസുവിനെ പിടിച്ചാൽ അദ്ദേഹം വഴി കാര്യം മനസ്സിലാക്കാൻ പറ്റും, അതുകൊണ്ട് വിശ്വവസുവിനെ പിടിച്ച് തടങ്കലിടാൻ പറയും രാജാവ്. അങ്ങനെ ഭടന്മാർ വിശ്വവസുവിനെ പിടിച്ച് തടങ്കലിടുമ്പോൾ